സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിര പോരാളിയായിരുന്ന പി കൃഷ്ണപിള്ളയുടെ 76ാമത് അനുസ്മരണം സമുചിതമായി ആചരിച്ച് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗ് ജില്ലാ കമ്മിറ്റി വൈക്കത്ത് നടത്തിയ അനുസ്മരണ സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പി ഉണ്ണിച്ചക്കൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിര പോരാളിയുമായ പി കൃഷ്ണപിള്ളയുടെ 76ാമത് അനുസ്മരണ ദിനാചരണമാണ് ജന്മനാടായ വൈക്കത്ത് വെച്ച് നടത്തിയത്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടറി പി ഉണ്ണിച്ചക്കൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷവും തുടർന്ന നയം ഇനിയും തുടരുമെന്ന നിലപാടാണ് BJP കേന്ദ്ര ബജറ്റിലൂടെ കാട്ടിയതെന്ന് അദ്ദേഹം ഉദ്ഘാടനവേളയിൽ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MK ദിലീപ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ചാൾസ് ജോർജ്, KI ജോസഫ്, KV ഉദയഭാനു, ബാബു മഞ്ഞള്ളൂർ, CS രാജു തുടങ്ങിയവർ സംസാരിച്ചു. കർഷകർക്കുള്ള സബ്സിഡി 1,88,812 കോടിയിൽ നിന്ന് 1,15,000 കോടിയോളമായി വളം സബ്സിഡി വെട്ടിക്കുറച്ചു. പാചകവാതക ഇന്ധനം ഭീമമായ രൂപത്തിൽ അതിന്റെ വെട്ടിക്കുറവ് വരുത്തി. പിന്നെ മുതലാളിമാർക്കൊരു വെട്ടിക്കുറവും കൊടുത്തു, അവരുടെ നികുതിയിൽ വലിയ കുറവും വരുത്തി. ന്യൂസ് ബ്യൂറോ, വൈക്കം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,